നമ്മൾ ജനിക്കുന്നത് ശുദ്ധമായ ഒരു കവിതയായാണ്. പക്ഷേ വളർന്നപ്പോൾ നമ്മുടെ മനസ്സ് രണ്ടായി പിളർന്നു. ഒന്ന് ചിന്തിക്കുന്ന തലച്ചോറ്, മറ്റൊന്ന് സ്പന്ദിക്കുന്ന ഹൃദയം. ചിന്തയും വികാരവും തമ്മിലുള്ള ഈ വലിയ പിളർപ്പാണ് നമ്മളെ ഒരു ഞരമ്പ് രോഗിയാക്കി മാറ്റുന്നത്. നമ്മൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സമൂഹത്തിൻ്റെ നിയമങ്ങൾ നമ്മളെ തടയുകയാണ്. നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് അഗ്നിയിൽ നിന്ന് അമൃതത്വത്തിലേക്ക് എന്ന ഈ യാത്ര. ഇത് വെറുമൊരു പ്രഭാഷണമായി കാണരുത്. നമ്മുടെ ജൈവശക്തിയായ ലൈംഗികതയെ വെറുമൊരു ശാരീരിക കർമ്മമായി കാണാതെ അതിനെ എങ്ങനെ ഒരു ധ്യാനമായി മാറ്റാമെന്ന് അനുഭവിക്കാൻ പോകുകയാണ് നമ്മളിവിടെ. നമ്മൾ അഗ്നിയെ കെടുത്തുകയല്ല ചെയ്യുന്നത്, അതിനെ ജ്വലിപ്പിച്ചു നിർത്താൻ പഠിക്കുകയാണ്. ജീവിതമൊക്കെ ഒരു നാടകമല്ലേ, അതൊരു ആഘോഷമാക്കണം. നമുക്കുള്ളിലെ ആ പിളർപ്പ് മാറ്റി പൂർണ്ണതയിലേക്ക് ഉണരാൻ നമുക്ക്. ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അതിപ്രധാനമായ യാത്ര തുടങ്ങുകയാണ്. മനുഷ്യനൊരു ഞരമ്പ് രോഗിയായിട്ടാണ് ജനിക്കുന്നതെന്ന് ഫ്രോയിഡ് ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ സത്യത്തിൽ മനുഷ്യൻ ജനിക്കുന്നത് ഒരു ശുദ്ധമായ കവിതയായിട്ടാണ്, ഒരു പൂവിനെ പോലെ സ്വാഭാവികമായിട്ടാണ്. എന്നാൽ നമ്മൾ വളർന്നു വന്ന ഈ സമൂഹം, അതിൻ്റെ നിയമങ്ങൾ, ആദർശങ്ങൾ, വിലക്കുകൾ എന്നിവയാൽ നമ്മെ ഓരോരുത്തരെയും ഒരു ഞരമ്പ് രോഗിയാക്കി മാറ്റുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? അത് നമുക്കുള്ളിൽ വലിയൊരു പിളർപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ്. നമ്മളൊക്കെ ഇന്ന് രണ്ടായി പിളർന്നു കഴിഞ്ഞവരാണ്. ഒന്ന് നമ്മുടെ വികാരങ്ങൾ, മറ്റൊന്ന് നമ്മുടെ വിചാരങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ ചിന്തയിൽ നിന്നാണോ അതോ ഉള്ളിലെ വികാരത്തിൽ നിന്നാണോ വരുന്നതെന്ന്? അത് മിക്കപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മാത്രമാണ്. നമ്മൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഒരു വിചാരമായി മാറുകയാണ്, ഒരു ചിന്തയായി മാറുകയാണ്. എന്നാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ വിചാരങ്ങളില്ലാത്ത ഒരു വൈകാരിക ജീവിയായിട്ടാണ് ജനിക്കുന്നത്. അവന് വിശക്കുമ്പോൾ കരയാൻ അവനറിയാം, സ്നേഹം കിട്ടുമ്പോൾ ചിരിക്കാനും അവനറിയാം. അവിടെ യാതൊരുവിധ കൃത്രിമത്വവുമില്ല. പക്ഷേ നമ്മൾ അവനെ വളർത്തുമ്പോൾ അവനോട് പറയുന്നു, നീ കരയരുത്, ദേഷ്യപ്പെടരുത്, സ്നേഹത്തിൻ്റെ പേരിൽ ഇന്ന നിയമങ്ങൾ നീ പാലിക്കണം. ആദർശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പിടിവാശിയാണ് നമ്മുടെ വികാരങ്ങളെ അടിച്ചമർത്താൻ നമ്മെ പ്രേരിപ്പിച്ചത്. നമ്മൾ കരയാൻ ആഗ്രഹിക്കുമ്പോൾ കരയാൻ പറ്റാത്ത അവസ്ഥ, ചിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിയന്ത്രിക്കേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെയാണെന്നേ നമ്മെ വിഭജിച്ചത്. ഈ അടിച്ചമർത്തൽ കാരണം നമുക്കുള്ളിലെ യഥാർത്ഥ ആവശ്യങ്ങൾ നമ്മൾ മറന്നുപോയി. നമ്മളിപ്പോൾ കപടമായ ആവശ്യങ്ങൾക്ക് പിറകെ ഓടുകയാണ്. സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പാണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹമായി മാറുന്നത്. ഒരു നേതാവിലുള്ള അംഗീകാരത്തിനായുള്ള ദാഹം യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടാനുള്ള കൊതിയാണ്. നമ്മൾ എന്തിനാണ് ഇത്രയധികം ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ് ഇത്രയധികം ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നത്? കാരണം നമ്മൾ ഉള്ളിൽ വെറും ശൂന്യരായതുകൊണ്ടാണ്. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിൽ കരയുന്നുണ്ട്. തന്ത്ര പറയുന്നത് ഈ വിഭജിതമായ അവസ്ഥയിൽ ജീവിക്കുന്നത് മരണ തുല്യമാണെന്നാണ്.
നമ്മൾ ഒന്നായി തീരണം. നമ്മൾ വിചാരങ്ങളുടെ തലത്തിൽ നിന്ന് വികാരങ്ങളുടെ ആഴങ്ങളിലേക്ക് തിരിച്ചു വരണം. ചിന്തിക്കുന്നത് ഒരു വിഭജന പ്രക്രിയയാണ്, എന്നാൽ വികാരം നമ്മളെ ഒന്നിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പിളർപ്പിനെ തിരിച്ചറിയുക എന്നതാണ്. നമ്മൾ എത്രത്തോളം അഭിനയിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം സമൂഹത്തിന് വേണ്ടി മുഖംമൂടി അണിയുന്നുണ്ട് എന്ന ഈ തിരിച്ചറിവാണ് യഥാർത്ഥ തന്ത്രയുടെ തുടക്കം തന്നെ. നമ്മളിവിടെ അഭിനയിക്കുന്നത് നിർത്താൻ പോകുകയാണ്. നമ്മൾ സ്വയം ഒന്നിപ്പിക്കാൻ പോകുകയാണ്. ഈ യാത്രയിൽ സ്വയം ഒരു കപടമുഖമായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ആ നൈസർഗികമായ മനുഷ്യനായി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ രണ്ടായി പിളർന്നിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ശിരസിൽ ചിന്തകളും ഹൃദയത്തിൽ വികാരങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യുദ്ധമാണ് നമ്മുടെ ജീവിതം. ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ യുദ്ധം നമ്മുടെ ഏറ്റവും സ്വാഭാവിക കർമ്മമായ സെക്സിനെ പോലും എങ്ങനെയാണ് മലിനമാക്കുന്നത് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ലോകത്ത് ലൈംഗികതയെക്കുറിച്ച് ഇത്രയധികം ചർച്ചകളും ആസക്തിയും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് യഥാർത്ഥ സംതൃപ്തി ആർക്കും ലഭിക്കാത്തത്? കാരണം നമ്മൾ ലൈംഗികതയെയും മനസ്സിനുള്ളിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. ലൈംഗികത എന്നത് ഒരു ശാരീരിക കർമ്മമാണ്. അതിൽ മസ്തിഷ്കത്തിന്, അതായത് ചിന്തകൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. എന്നാൽ ആധുനിക മനുഷ്യൻ രതിയെ ആസ്വദിക്കുന്നത് മസ്തിഷ്കത്തിലൂടെയാണ്. നമ്മൾ അശ്ലീല ചിത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ച് ഫാൻറ്റസികൾ മെനയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സെക്സിലല്ല, മറിച്ച് രതിയെക്കുറിച്ചുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ കഴിയുമ്പോഴോ അതിന് അവസരം ലഭിക്കുമ്പോഴോ ഒരു ഊർജവും തോന്നാത്തത്. നമ്മൾ ചിന്തിച്ചപ്പോൾ ലഭിച്ച ആ നൈമിഷികമായ ഉത്തേജനം യഥാർത്ഥ ക്രിയയിലേക്ക് വരുമ്പോൾ അപ്രത്യക്ഷമാകും. ഇവിടെയാണ് തന്ത്രം നമ്മളോട് പറയുന്നത് മൃഗമായി തീരുക എന്ന്. അതൊരു മോശമായ വാക്കൊന്നുമല്ല. ഒരു മൃഗം ഒരിക്കലും സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് പൂർണ്ണമായ സമർപ്പണത്തോടെ, ശരീരത്തിൻ്റെ മുഴുവൻ വിങ്ങലോടെ, ഓരോ കോശത്തിലും ആവേശത്തോടെ ആ കർമ്മത്തിൽ മുഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ആ കർമ്മം അവസാനിക്കുമ്പോൾ അത് പൂർണ്ണവുമാണ്. ആധുനിക മനുഷ്യന് ഈ പൂർണ്ണത ലഭിക്കാത്തതിൻ്റെ കാരണം അവൻ ക്രിയയുടെ സമയത്തും ചിന്തയുടെ തടവറയിലായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയത്? അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെ ഭയപ്പെടുന്നു എന്നതാണ്. ശരീരം ഒരു മൃഗത്തെ പോലെ പെരുമാറുമ്പോൾ സമൂഹം നമ്മെ നോക്കി വിരൽ ചൂണ്ടും. ആ പേടി കാരണം നമ്മൾ രതിക്രിയയിൽ പോലും ഒരു നിയന്ത്രണം കൊണ്ടുവരും. നമ്മൾ നമ്മെ തന്നെ സ്വയം വാച്ച് ചെയ്യും. ഞാൻ ശരിയാണോ ചെയ്യുന്നതെന്ന്, എൻ്റെ വേഷം എങ്ങനെയുണ്ടെന്ന്, ഞാൻ എങ്ങനെയുള്ളവനായിട്ടാണ് കാണപ്പെടുന്നതെന്ന്. ഇങ്ങനെയുള്ള നിരീക്ഷണം തന്നെ നമ്മുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മസ്തിഷ്കത്തെ ഈ കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കണം എന്നതാണ്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം നമ്മൾ രതിക്രിയയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കണം. ശരീരമായി തീരുക. നമ്മുടെ കൈകൾ, കാലുകൾ, ചർമ്മം, അങ്ങനെ ഓരോ കോശവും ഉണർന്നിരിക്കട്ടെ. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. മറിച്ച് ക്രിയയിൽ മുഴുകുമ്പോൾ ചിന്തയ്ക്ക് അവിടെ സ്ഥാനമില്ലെന്ന് ബോധപൂർവം തിരിച്ചറിയുകയും വേണം. നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യമെന്നത് മനസ്സിൻ്റെ ഈ ജയിലിൽ നിന്ന് പുറത്തു വരിക, ശരീരത്തിൻ്റെ ആ വിമോചനത്തിലേക്ക് എത്തുക എന്നതാണ്. അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ, അത് തീർച്ചയായും സാധ്യമാണ്. നമ്മൾ എപ്പോഴാണോ പൂർണ്ണമായും ശരീരമാവുന്നത്, അപ്പോൾ നമ്മൾ മൃഗത്തെ പോലെ സ്വാഭാവികനാകും. ആ സ്വാഭാവികതയിലാണ് തന്ത്രയുടെ ആദ്യത്തെ വാതിൽ തുറക്കുന്നത്. നമ്മുടെ അഗ്നിയെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. ഈ ശരീരത്തെ സ്നേഹിക്കാൻ, അതിനെ ഒരു വാഹനമായി ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ
മനസ്സിൻ്റെ വിഭജനത്തെക്കുറിച്ചും ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരിച്ചു. എന്നാൽ ഈ ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് ചേർത്ത് ആത്മീയമായ ഔന്നത്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്ന് നോക്കിയാൽ അതിനുള്ള താക്കോലാണ് വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ 48ാമത്തെ വിദ്യ. ഈ വിദ്യ നമ്മളോടൊരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്: രതിക്രിയയിൽ അതിൻ്റെ ശമനത്തിനു വേണ്ടി ശ്രമിക്കാതിരിക്കുക എന്ന്. ഇവിടെയാണ് ആധുനിക മനുഷ്യൻ വീഴുന്ന ഏറ്റവും വലിയ കെണിയുള്ളത്. നമ്മൾ സെക്സിനെ കാണുന്നത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിട്ടാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ആ കർമ്മം അവസാനിപ്പിക്കാൻ ധൃതി കാണിക്കും. ആ അവസാനത്തെ ശുക്ലവിസർജനം എന്ന ലക്ഷ്യത്തിന് വേണ്ടി നാം ഓടുകയാണ്. ആ ലക്ഷ്യം കഴിഞ്ഞാലുടൻ നമുക്ക് ആശ്വാസം ലഭിക്കും, അല്ലെങ്കിൽ തളർച്ച അനുഭവപ്പെടും. ഈ തളർച്ചയെയാണ് നമ്മൾ വിശ്രാന്തി എന്ന് തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ഓർക്കുക, ഇത് വിശ്രാന്തിയല്ല, ഇതൊരു തരം ബലഹീനതയാണ്. ഊർജം മുഴുവൻ പുറത്തേക്ക് കളഞ്ഞ് നമ്മൾ വീഴുകയാണ്. ആ ഒരു നിമിഷത്തെ ആനന്ദത്തിന് വേണ്ടി നമ്മൾ പകരമായി കൊടുക്കുന്നത് നമ്മുടെ മുഴുവൻ ജൈവോർജത്തെയുമാണ്. തന്ത്ര പറയുന്നത് മറ്റൊരു വഴിയാണ്. നിങ്ങൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു അഗ്നി ജ്വലിക്കുന്നുണ്ട്. ആ അഗ്നിയെ അതേപടി നിലനിർത്തുകയെന്ന്. പെട്ടെന്ന് തന്നെ അവസാനത്തിലേക്ക്, അതായത് കനലായി മാറാൻ നിങ്ങൾ ഒരിക്കലും ധൃതി കാണിക്കരുതെന്ന്. ആ തുടക്കത്തിൻ്റെ ഊഷ്മളതയിൽ, ആ തീവ്രതയിൽ തന്നെ നിലനിൽക്കണമെന്ന്. നമ്മൾ എന്തിനാണ് ആ ഒഴുക്കിനെ തടയുന്നത്? നമ്മൾ എന്തിനാണ് ആ ഊർജത്തെ പുറത്തേക്ക് തള്ളിക്കളയാൻ ധൃതി കാണിക്കുന്നത്? ഈ ഊർജം പുറത്തേക്ക് പോകുമ്പോൾ അഗ്നി അവിടെ അണയുകയാണ്. ആ അഗ്നി അണയുന്ന നിമിഷം ആത്മീയമായ വാതിൽ അടയും. മറിച്ച് ആ അഗ്നിയെ ഉള്ളിൽ തന്നെ ജ്വലിപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ആ ഊർജം പുറത്തേക്ക് പോകാതെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും തിരിച്ചൊഴുകും. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീരം ഒരു അണുബോംബിനേക്കാൾ വലിയ ഊർജം പേറുന്ന ഒരു ചൈതന്യമായി മാറും. പലരും ഇപ്പോൾ ആലോചിക്കാം, അതൊരു അടിമത്തമല്ലേ എന്ന്. ഒരിക്കലുമല്ല. ഇതൊരു അടിച്ചമർത്തലല്ല, ഇതൊരു ഉയർത്തലാണ്. നമ്മളൊരു നദിയെ തടയുകയല്ല, മറിച്ച് ആ നദിക്ക് വേറൊരു വഴി കൊടുക്കുകയാണ്. അത് താഴേക്കൊഴുകി കടലിൽ കലർന്ന് നഷ്ടമാകുന്നതിന് പകരം അത് നമ്മളെ തന്നെ നനയ്ക്കുന്ന ഒരു അമൃതധാരയായി മാറുകയാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ ഊർജത്തെ എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്നാണ്. ആ അഗ്നിയെ കെടാൻ അനുവദിക്കരുത്. അവസാനം കനലാകാൻ ധൃതി കാണിക്കരുത്. ആ ഊഷ്മളതയിൽ, ആ തീവ്രതയിൽ സമയം പോകുന്നതേ നമുക്കറിയില്ല. നോക്കൂ, എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നത്? വരാനിരിക്കുന്ന ആ തളർച്ചയിലേക്കാണോ നമ്മൾ ഇത്ര ധൃതിയിൽ പോകേണ്ടത്? ഈ അറിവ് നമ്മുടെ ലൈംഗികതയെ ഒരു ഉപാധിയായി മാറ്റിക്കൊണ്ട് നമ്മെ സമ്പൂർണനാക്കുന്ന ഒരു ധ്യാനമാക്കി മാറ്റാം. നമ്മൾ അഗ്നിയായി ജ്വലിക്കാൻ തയ്യാറാണോ, അതോ വെറും കനലായി തണുത്തുറഞ്ഞു പോകാൻ വിധിക്കപ്പെട്ടവനാണോ എന്ന് സ്വയം ചിന്തിക്കുക. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ അഹംബോധത്തെക്കുറിച്ചും ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമ്മിലെ അഗ്നിയെ കെടാതെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യത്തിലേക്ക് കടക്കുകയാണ്: രതിയിലെ ജാമിതിയിലേക്ക്. പ്രണയബദ്ധരായ രണ്ടുപേർ ഇണചേരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്ത് ജാമിതീയ രൂപമാണ് രൂപപ്പെടുന്നത്? മിക്കവാറും രതിക്രിയകൾ ഒരു സമചതുരം പോലെയാണ്. അതൊരു അവാസ്തവമായ യുദ്ധമാണ്. അവിടെ 4 കോണുകളുണ്ട്. അവിടെ നമ്മൾ രണ്ടായി, അതായത് ചിന്തയും വികാരവുമായി പിളർന്നിരിക്കുകയാണ്. നമ്മുടെ പങ്കാളിയും രണ്ടായി പിളർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ 2 പേരല്ല, 4 പേരാണ് ഇണചേരുന്നത്. അതൊരു ആൾക്കൂട്ടമാണ്. അതൊരു യഥാർത്ഥ സമാഗമമല്ല. അവിടെ സ്നേഹം അസാധ്യമാണ്. കാരണം നമ്മുടെ ഹൃദയം മറയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നേ. ചിലപ്പോൾ അപൂർവമായി നമ്മളൊരു ത്രികോണ സംഗമത്തിലെത്തും. അതായത് പെട്ടെന്നൊരു നിമിഷത്തേക്ക് നമ്മൾ 2-ൽ നിന്ന് 1 മാറും. ആ നിമിഷത്തിൽ നമ്മൾ ഉണർന്നിരിക്കും, ഊർജം അനുഭവപ്പെടും. പക്ഷെ അതും ക്ഷണികമാണ്. നമ്മൾ ശുക്ലസ്രവത്തിലേക്ക്, അതായത് ആ അവസാന ലക്ഷ്യത്തിലേക്ക് ധൃതി കാണിക്കുന്ന നിമിഷം ആ ത്രികോണം അവിടെ തകർന്നു തരിപ്പണമാകും. ബന്ധം വിച്ഛേദിക്കപ്പെടും.
എന്നാൽ തന്ത്ര വാഗ്ദാനം ചെയ്യുന്ന ഒരു മൂന്നാമത്തെ വഴിയുണ്ട്. അതാണ് വൃത്തം. അവിടെ കോണുകളില്ല, പിളർപ്പുകളില്ല, അവിടെ ഒരു അന്ത്യവുമില്ല. ആ സംഗമം ക്ഷണനേരത്തേക്ക് ഉള്ളതല്ല. അത് ഔലൗകികമാണ്, സമയത്തിന് അതീതമാണ്. നമ്മൾ എപ്പോഴാണോ ലക്ഷ്യത്തിലേക്ക് ധൃതി കാണിക്കാതിരിക്കുന്നത്, എപ്പോഴാണോ വിസർജനം എന്നതിനേക്കാൾ നിലനിൽപ്പ് പ്രധാനമാകുന്നത്, അപ്പോൾ നമ്മൾ ഒരു വൃത്തമായി മാറുകയാണ്. ഈ വൃത്തത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മൾ തമ്മിൽ ഊർജം പകർന്നുകൊണ്ടിരിക്കും. നമ്മൾ അന്യോന്യം ജീവിതം പ്രദാനം ചെയ്യുകയാണ്. അവിടെ ഊർജം നഷ്ടപ്പെടുന്നില്ല, മറിച്ചത് നവീകരിക്കപ്പെടുകയും നമ്മൾ പരസ്പരം ഉരുകിത്തീരുകയും ചെയ്യും. അത് സെക്സ് അല്ല, അതൊരു നൃത്തമായിരിക്കും. ആ വൃത്തത്തിൽ നിങ്ങൾ രണ്ടുപേരും ഏകമായി മാറും. നിങ്ങൾ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കാതിരിക്കണം. എങ്ങും പോകാനില്ലാത്ത ആ നിമിഷത്തിൽ നമ്മളൊരു വൃത്തമായി സ്ഥിതി ചെയ്യും. ഈ വൃത്തത്തെ സൃഷ്ടിക്കാൻ പ്രേമം അത്യന്താപേക്ഷിതമാണ്. സ്നേഹിച്ചില്ലെങ്കിൽ ലൈംഗികത വെറും ഉപയോഗമാണ്. പരസ്പരം ഒരുതരം ചൂഷണം ചെയ്യലാണത്. എന്നാൽ സ്നേഹമുണ്ടെങ്കിൽ, ആ ഊഷ്മളതയുണ്ടെങ്കിൽ ഈ വൃത്തം സാധ്യമാണ്. മണിക്കൂറുകളോളം നിശബ്ദമായി ഊർജത്തെ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നു ചേരാനാകും. ചിന്തകളില്ലാത്ത, അഹംബോധമില്ലാത്ത കേവലം ചൈതന്യത്തിൻ്റെ ഒരു പ്രവാഹം മാത്രമായി നിങ്ങൾ മാറും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പങ്കാളിയെ ഒരു ശരീരമായി കാണുന്നത് അവസാനിപ്പിക്കുക എന്നതാണ്. അവരെ ഒരു ദേവനായി, ഒരു ദേവിയായി കാണുക, വൃത്തമായി മാറുക. ആ വൃത്തത്തിൽ നിങ്ങൾ ഇരുവരും ഒരു പ്രപഞ്ച ശക്തിയായി ലയിച്ചു ചേരുക. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പ്രാർത്ഥനയിലാകും, നമ്മൾ അറിയാതെ തന്നെ ധ്യാനത്തിലാകും. ഇതൊരു ശാരീരിക കർമ്മമല്ല, ഇതൊരു ബ്രഹ്മലയമാണ്. ഈ വൃത്തത്തിൻ്റെ താളം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, നമ്മൾ വൃത്തമായി മാറാൻ പഠിച്ചു. എന്നാൽ ഈ വൃത്തം എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? അതിൻ്റെ ഉത്തരം ഏറ്റവും വലിയ രഹസ്യമാണ്. അതാണ് ബ്രഹ്മചര്യം. സാധാരണയായി ബ്രഹ്മചര്യം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കുക? ഒരു വ്യക്തി എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് ഓടി ഒളിക്കുന്നു, ലൈംഗികതയെ ഭയക്കുന്നു, പിന്നെ മനസ്സിനെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. എന്നാൽ തന്ത്ര ചോദിക്കുന്നത് ഇതാണോ യഥാർത്ഥ ബ്രഹ്മചര്യം എന്നാണ്. തീർച്ചയായും ഇതല്ല യഥാർത്ഥ ബ്രഹ്മചര്യം. ഇതൊരു കപടമായ ബ്രഹ്മചര്യമാണ്. നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം അതൊരു അടിസ്ഥാനപരമായ ജൈവ ശക്തിയാണ്. അതിനെ അടിച്ചമർത്താൻ നോക്കിയാൽ അത് നമ്മളെ തന്നെ നശിപ്പിക്കും. പിന്നെ എന്താണ് യഥാർത്ഥ ബ്രഹ്മചര്യം എന്ന് ചോദിച്ചാൽ, ബ്രഹ്മ എന്നാൽ പരബ്രഹ്മമാണ്. ചര്യം എന്നാൽ അതിൽ സഞ്ചരിക്കുക എന്നാണ്. അതായത് ബ്രഹ്മത്തിൽ ചരിക്കുക എന്നതാണ്. അപ്പോൾ ലൈംഗികത ബ്രഹ്മത്തിൽ സഞ്ചരിക്കുവാനുള്ള ഒരു തടസ്സമല്ല, മറിച്ച് അതിലേക്കുള്ള ഒരു വാതിലാണ്. ഈ വിരോധാഭാസം മനസ്സിലാക്കണം നമ്മൾ. എതിർലിംഗത്തോട് യുദ്ധം ചെയ്യരുത്, പകരം ആ സ്പർശന ബന്ധത്തിലൂടെ നമ്മുടെ ബോധത്തെ ഉയർത്തുകയാണ് വേണ്ടത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ ആ വൃത്തം ഒന്ന് ഓർത്തു നോക്കിക്കേ. രണ്ട് ഊഷ്മള ഹൃദയങ്ങൾ അലിഞ്ഞു ചേരുമ്പോൾ, ശുക്ലവിസർജനത്തിന് വേണ്ടി ധൃതി കാണിക്കാതെ ആ നിമിഷത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഊർജം അവിടെ നഷ്ടപ്പെടുന്നില്ല. ഓരോ കോശവും ഉത്തേജിതമാകുന്നുമുണ്ട്. എന്നാൽ ആ ഉത്തേജനം ഒരു തള്ളിക്കളയലല്ല, അതൊരു ആന്തരിക ലയനമാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ലൈംഗികാവയവങ്ങളുടെ അപ്പുറത്തേക്ക് കടക്കുകയാണ്. അവിടെ ലൈംഗികത അപ്രത്യക്ഷമാകുകയും അഗാധമായ ഒരു നിശബ്ദത വരികയും ചെയ്യും. അപ്പോൾ നമ്മളൊരു ബ്രഹ്മചാരിയാണ്. കാരണം നമ്മുടെ ഊർജം ബ്രഹ്മത്തിലേക്ക്, പരമാനന്ദത്തിലേക്ക് ഒഴുകുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രകൃതിയെ നമ്മൾ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടതില്ല. പ്രകൃതിയെ അതിവർത്തിക്കാൻ പ്രകൃതിയെ തന്നെ നമ്മൾ ഉപയോഗിക്കുക എന്നതാണ്. ഒരു തോണിയില്ലാതെ നമുക്ക് നദി കടക്കാൻ കഴിയില്ല. ഈ ലൈംഗികത ഒരു തോണിയാണ്. അതിൽ കയറി നദിയുടെ മറുകരയിലേക്ക്, അതായത് ബ്രഹ്മത്തിലേക്ക് നമുക്ക് കടക്കാം. മറുകരയിൽ എത്തിയ ശേഷം നമ്മൾ ആ തോണി ചുമന്ന് നടക്കേണ്ടതുമില്ല. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആ തോണിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്.
അതുകൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത്. നമ്മൾ നമ്മളുടെ പ്രേമഭാജനവുമായി ഈ ലയനത്തിൽ മുഴുകുമ്പോൾ ചിന്തകൾ ഇല്ലാതാകുകയും സമയം അപ്രത്യക്ഷമാകുകയും ചെയ്യും. നമ്മൾ കേവലം ഒരു ശരീരം എന്ന അവസ്ഥയിൽ നിന്നൊരു ചൈതന്യത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ ലൈംഗികതയെ കടന്നുപോയി കഴിഞ്ഞിരിക്കും. അവിടെ ലൈംഗികതയില്ല, അവിടെയുള്ളത് ബ്രഹ്മചര്യം മാത്രമാണ്. ഈ അവസ്ഥയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഒരൊറ്റ മനുഷ്യനായിത്തീരും. നമ്മുടെ വിഭജിത വ്യക്തിത്വം മരിക്കുകയും നമ്മൾ സമ്പൂർണനായി തീരുകയും ചെയ്യും. ഈ ബ്രഹ്മചര്യം നമ്മൾ കഠിനമായ വ്രതത്തിലൂടെയല്ല, മറിച്ച് അഗാധമായ സ്നേഹത്തിലൂടെയാണ് നേടേണ്ടത്. സ്നേഹിക്കാൻ കഴിയുന്നവന് മാത്രമേ ധ്യാനിക്കാൻ കഴിയൂ. ധ്യാനിക്കുവാൻ കഴിയുന്നവന് മാത്രമേ ബ്രഹ്മചാരിയാകുവാൻ കഴിയൂ. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളിന്ന് കുറച്ച് സമയം കൊണ്ട് ഒരു വലിയ യാത്ര നടത്തിയല്ലേ? നമ്മൾ നമ്മുടെ പിളർപ്പുകളെ തിരിച്ചറിഞ്ഞു, ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചു, രതിയിലെ അഗ്നിയെ എങ്ങനെ അമൃതമാക്കി മാറ്റാമെന്ന് പഠിച്ചു. ഇത് വാക്കുകളുടെ സമയമല്ല, ഇത് മൗനത്തിൻ്റെ സമയമാണ്. ഇതുവരെ നമ്മൾ കേട്ടതെല്ലാം ഒരു വാതിലായിരുന്നു. ആ വാതിലിപ്പോൾ നമ്മൾ തുറക്കുകയാണ്. വിഭജിക്കപ്പെട്ട മനുഷ്യനിൽ നിന്ന് ഒന്നായ മനുഷ്യനിലേക്ക് നമ്മൾ നടന്നു. എന്നാൽ നമ്മൾ ഒടുവിൽ അലിഞ്ഞു ചേരേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ആ വലിയ ശൂന്യതയിലേക്കാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ വീട്. കണ്ണുകൾ അടച്ച് പുറം ലോകത്തെ എല്ലാ ശബ്ദങ്ങളെയും ഉപേക്ഷിക്കണം. അപ്പോൾ നമുക്കുള്ളിൽ ഒരു വലിയ ശബ്ദമുണ്ട്. അതാണ് നമ്മുടെ ശ്വാസത്തിൻ്റെ താളം. ആ താളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുക. നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം നമ്മുടെ അഹത്തെ കൊണ്ടുപോയിക്കോട്ടെ. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം പ്രപഞ്ചത്തെ നിറയ്ക്കട്ടെ നമുക്കുള്ളിൽ. നമ്മൾ തിരമാലയല്ല, നമ്മൾ സമുദ്രമാണ്. തിരമാല വരികയും പോകുകയും ചെയ്യും, അത് ഉയരുകയും താഴുകയും ചെയ്യും. പക്ഷെ സമുദ്രം അവിടെ തന്നെയാണ്. ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ ഈ തിരമാലകളാണ്. നമ്മളതിൽ പെട്ടുപോകരുത്. നമ്മൾ ആഴത്തിലുള്ള സമുദ്രമാണെന്ന് ഈ മൗനം കൊണ്ട് നമ്മൾ അറിയും. ഒന്നും നേടാനില്ല, എവിടേക്കും ഓടാനുമില്ല. ഈ നിമിഷത്തിൽ നമ്മൾ പൂർണ്ണനാണ്. നമ്മുടെ വിഭജനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ചിന്തയും വികാരവും ഒന്നായിരിക്കുകയാണ്. ശരീരം മൗനമായിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ഒരേ ഒരു സത്യം മാത്രം, ആ ബോധം. ആ അഖണ്ഡമായ ബോധത്തിൽ അലിഞ്ഞു ചേരാം നമുക്ക്. ഇനി വാക്കുകളില്ല, ഇനി നിർദ്ദേശങ്ങളുമില്ല. ഈ മൗനത്തിൽ നിങ്ങളായിത്തീരുക. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.